കേരള NGO യൂണിയൻ കാഞ്ഞിരപ്പള്ളി ഏരിയ വാർഷിക സമ്മേളനം പൊൻകുന്നത്ത് നടന്നു. മാർച്ച് 7-8 തീയതികളിൽ കാഞ്ഞിരപ്പള്ളിയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിനും മെയ് 28 മുതൽ 30 വരെ കോട്ടയത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിനും മുന്നോടിയായാണ് വാർഷിക സമ്മേളനം നടക്കുന്നത്. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി R. പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയത് രാജ്യത്ത് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമാണെന്ന് R. പ്രവീൺ പറഞ്ഞു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ പോലും പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ട് ഗ്രാമസഭകൾക്കുണ്ടായിരുന്ന അധികാരത്തിൽ പോലും കടന്നു കയറുന്ന തരത്തിലേക്കാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കേവലം ഗാന്ധിയെ വെട്ടിമാറ്റി എന്നുള്ളതല്ല, കേവലം ഗാന്ധിയുടെ സ്ഥാനത്ത് ഗാന്ധി ആരാധിച്ചിരുന്ന രാമനെ കൊണ്ടുവന്നു എന്നുള്ളതല്ല, അതോടൊപ്പം തന്നെ RSS വിഭാവനം ചെയ്യുന്ന രാമനെ കൊണ്ടുവന്നു എന്നുള്ളതല്ല ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഒരുപക്ഷെ അഹിംസാവാദിയായ ഗാന്ധിജിയുടെ സ്ഥാനത്ത് RSSഉം സംഘപരിവാരവും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ആക്രമണോത്സുകനായിട്ടുള്ള ഒരു രാമനെ പ്രതിഷ്ഠിച്ചു എന്നുള്ളത് മാത്രമല്ല, പണപരമായിട്ട് സമ്പത്ത് ഇന്ത്യയിലെ സാധാരണക്കാരന്റെ കൈകളിലേക്ക് എത്തേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയെ എന്നേക്കുമായി കടക്കൽ കത്തിവെച്ചു എന്നുള്ളതാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ഈ രാജ്യത്ത് നിന്ന് അന്യമാക്കുന്നതിനുണ്ടാവുന്നത്. പ്രസിഡന്റ് പ്രകാശ് കുമാർ KC, സെക്രട്ടറി പ്രദീപ് P. നായർ തുടങ്ങിയവർ പങ്കെടുത്തു. 420 പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി പ്രകാശ് കുമാർ KC, സെക്രട്ടറിയായി പ്രദീപ് P. നായർ, ട്രഷററായി ജയമോൾ KS എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.